ഉത്തര മേഖല DIG കാർത്തിക് മാധ്യമങ്ങളെ കാണുന്നു. നാട്ടുകാർ, പിന്നെ വോളണ്ടിയേഴ്സ്, ഫയർഫോഴ്സ്, ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒരുമിച്ച് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ജില്ലാ പോലീസ് മേധാവി രാവിലെ തൊട്ട് ഇവിടെ ഈ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമുക്ക് 3 പേര് മരണപ്പെട്ടതായിട്ടാണ് ബോഡി കിട്ടിയിരിക്കുന്നത്. ഒരു 9 പേര് ചികിത്സയിലുണ്ട്. അതിൽ 7 പേര് ഈ ഇവിടെ സൈറ്റിൽ വർക്കിൻ്റെ ഭാഗമായിട്ട് വന്ന ആളുകളാണ്. ബാക്കി ഒരാൾ നമ്മളുടെ സബ് ഇൻസ്പെക്ടറാണ്. ഈ സംഭവം നടന്നതിന് ശേഷം ഇത് അറിഞ്ഞിട്ട് ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്ന ആളാണ്. ആ രക്ഷാപ്രവർത്തനത്തെ ഇടയെ ഒരു പരിക്ക് പറ്റി അദ്ദേഹം ചികിത്സയിലുണ്ട് വിംസിൽ. പിന്നെ ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അദ്ദേഹവും ഈ മണ്ണിങ്ങനെ ചരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ പരിക്ക് പറ്റിയിട്ട് അവർ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. പിന്നെ ഇനി കൂടുതൽ ആളുകൾ ഇതിനകത്ത് ഈ മണ്ണിനുള്ളിൽ പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്കെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സജീവമായിട്ട് ഇവിടെ ഉണ്ട് ആളുകളെ രക്ഷിക്കാനായിട്ടും. ഈ റോഡ് ക്ലിയർ ചെയ്ത് നമുക്ക് ഇതിക്ക് അപ്പുറത്തെയും ആളുകൾ ജീവിക്കുകയാണ്. അപ്പോൾ ഈ റോഡ് ക്ലിയർ ചെയ്ത് കൊടുത്താലേ അവർക്ക് പോകാൻ സൗകര്യം ഉണ്ടാവും. ആ വർക്കും നടക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ മണ്ണ് നീക്കം ചെയ്തിട്ട് കൂടുതൽ ആളുകൾ മണ്ണിനുള്ളിൽ പറ്റിയിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഇത് തുടരും. അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അവരുടെ സൈഡിൽ നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ഇനി 5 പേര് കാണാനുണ്ടാണ്. 5 ഇനി അതൊക്കെ കൂടുതലുണ്ടോ എന്ന് എനിക്ക് ഈ സമയത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല. അത് ഈ രക്ഷാപ്രവർത്തനം കഴിയുമ്പോഴേ നമുക്ക് അതേക്കുറിച്ചൊരു വ്യക്തത. ഇതൊക്കെ ഇവിടുത്തെ ആൾറെഡി ഈവനിങ് ആയി. പിന്നെ ഇവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്ത് മഴയും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതെല്ലാം കണക്കിലെടുത്തിട്ട് ഈ ജില്ലാ ഭരണകൂടം എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. ആവശ്യത്തേക്ക് ഇവിടെ മെഷീനറീസ് എല്ലാം ഇറക്കിയിട്ടുണ്ട്. വോളണ്ടിയർമാർ ഇറക്കിയിട്ടുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്ത് നീക്കാനായിട്ട് എല്ലാ ആളുകളും ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ട് ഈ ഫുൾ ഫ്ലെഡ്ജായിട്ടുള്ള ഈ എല്ലാവരും സജ്ജമാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ കോർഡിനേറ്റ് ചെയ്ത് സജ്ജമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ആൾറെഡി DDMA മീറ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കളക്ടറിൻ്റെ നേതൃത്വത്തിൽ അത് അവർ തീരുമാനിക്കും. ബാക്കി അതെ, മഴ ഇപ്പോൾ കുറച്ച് മഴ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഇവിടുത്തെ ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ജില്ലാ കളക്ടറിൻ്റെ നേതൃത്വത്തിൽ ആ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാവും. അതെ, എവിടെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഉത്തരമേഖല DIG കാർത്തിക്കാണ് സംസാരിച്ചത്. രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു, ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ എങ്ങനെ ആയിരിക്കും അത് ഏകോപിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് നൽകിയത്. മുജീബ് നമുക്കൊപ്പം ചേരുന്നു. മുജീബ്, സമയമാണ് ഇപ്പോഴത്തെ വലിയ തടസ്സമെന്ന് തോന്നുന്നു. കാരണം സന്ധ്യയാകുന്നു, വേഗം സന്ധ്യയാവും. മഴ ഇടയ്ക്കിടെ പെയ്യുന്നുണ്ട്. കൂടുതൽ മഴ രാത്രി പെയ്യാനുള്ള സാധ്യതയുമുണ്ട്. റെഡ് അലർട്ടാണ്. അതെ, തീർച്ചയായിട്ടും സമയം തന്നെയാണ് വലിയ പ്രശ്നം. സമയം എത്ര വൈകിയാലും ഇവിടെ രാത്രിയും തെരച്ചിൽ നടത്തുവാനുള്ള ക്രമീകരണം ഒരുക്കുവാൻ ജില്ലാ ഭരണം തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ ഉടനെ തന്നെ ഇവിടെ എത്തിക്കുമെന്നാണ് നേരത്തെ നമ്മോട് സംസാരിച്ചപ്പോൾ കാർത്തിക് വ്യക്തമാക്കിയത്. മാത്രമല്ല, കാർത്തിക് അടക്കമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും ഇവിടെ കേന്ദ്രീകരിച്ച് തന്നെ ഇന്നും ഇവിടെ തങ്ങിക്കൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും. ഇപ്പോൾ സമയം ഏറെ വൈകിയിരിക്കുന്നു. 5:45 ഈ സമയത്ത് മഴയില്ലാത്തതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പക്ഷേ സമയം അവസാനിക്കുകയാണ്. അതിനുള്ളിൽ തന്നെ ഈ തിരച്ചിൽ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്കയാണുള്ളത്. 3 പേരെയും കൂടെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വ്യാപകമായിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നത്. നേരത്തെ അധികമായി എത്തിച്ച മണ്ണുമാന്തി യന്ത്രങ്ങളെല്ലാം ഈ വശങ്ങളിലെല്ലാം ഇറക്കി ആ ഭാഗങ്ങളിലെല്ലാം മണ്ണ് ഇടിച്ചു വന്ന ഭാഗങ്ങളിലെല്ലാം മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുന്നുണ്ട്. നേരത്തെ തെരച്ചിൽ നടത്തിയിരുന്നത് ആ തൊഴിലാളികൾ ഉണ്ടായിരുന്നുവെന്ന് കരുതുന്ന മണ്ണ് ഇടിഞ്ഞു വീണ ആ സ്ഥലത്തായിരുന്നു. അവിടെ നിന്നാണ് മൃതദേഹങ്ങളെല്ലാം കണ്ടെത്തിയത്. പക്ഷേ ഇപ്പോൾ വ്യാപകമായിട്ടുള്ളൊരു തെരച്ചിൽ മണ്ണ് ഇടിഞ്ഞു വീണ ഈ പുഴയുടെ മറ്റു ഭാഗത്തടക്കം, നേരത്തെ ഞാൻ ദൃശ്യങ്ങൾ കാണിച്ചു തന്ന പള്ളി നിന്നിരുന്ന സ്ഥലങ്ങളിലടക്കം വളരെ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഈ സമയം വൈകുന്ന സമയത്ത് തന്നെ പരമാവധി തെരച്ചിലുകൾ പൂർത്തിയാക്കുവാനുള്ളൊരു ശ്രമമാണ്
ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള NDRFിൻ്റെയും മറ്റു രക്ഷാപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചെറിയ വഴികളിലെല്ലാം ഏറ്റവും ചെറിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ, ഹിറ്റാച്ചി അടക്കമുള്ളവ എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സാധ്യമായ സംവിധാനങ്ങളെല്ലാം അവിടെ എത്തിച്ചുകൊണ്ടുള്ളൊരു തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കുറേ ആളുകൾ മുകളിലോട്ട് പോകുന്നത് കണ്ടത് രാവിലെ ആ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അവർ തിരിച്ചു പോകുന്നതാണ്. അവർ ജോലിക്കും മറ്റും ആവശ്യമായിട്ട് ഇറങ്ങിയവരാണ്. അവർ വീടുകളിലേക്ക് പോകുന്നത്. അതിൽ ചില മേഖലകളിൽ ഇന്ന് താമസിക്കാൻ അനുമതി കൊടുക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അത്തരത്തിലുള്ളൊരു മീറ്റിംഗ് ഇവിടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ. ചിലയിടങ്ങളിൽ അവർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പൂർണ്ണമായും മാറാൻ കഴിയാത്ത ചില സ്ഥലങ്ങളുണ്ട്. അവിടെ ഉള്ളവരെല്ലാം ഇന്ന് തന്നെ അപകട മേഖല അല്ലാത്ത ഇടങ്ങളിൽ അവിടെ തുടരും. പക്ഷേ മഴയുടെ തീവ്രതയൊക്കെ കുറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ പക്ഷേ അപ്പോഴും ആ മേഖലകളിലേക്കുള്ള ആളുകൾക്ക് നടന്നു തന്നെ പോകണം. ഇവിടെ മണ്ണ് അടിഞ്ഞ് റോഡ് ബ്ലോക്കായി കിടക്കുകയാണ്. ആ പ്രയാസങ്ങളുണ്ട്. ലൈറ്റ് സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നു. നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ അതിൻ്റെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കും. ഇവിടെ താൽക്കാലികമായിട്ട് വെച്ചിട്ടുള്ള വെളിച്ച സംവിധാനങ്ങളെല്ലാം പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഈ വൈദ്യുതി പോസ്റ്റുകളിലെല്ലാം പുതിയ ഹാലൈ ലൈറ്റുകളാണ് വെച്ചിരിക്കുന്നത്. ഇനി വലിയ എമർജൻസി ലൈറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ സംവിധാനം അത് അല്പസമയത്തിനകം അവിടെ എത്തിച്ചാകും പ്രവർത്തിക്കും. അങ്ങനെ രാത്രിയും വൈകിയാലും രാത്രിയും തെരച്ചിൽ തുടരാൻ തന്നെയാണ് ഒരു തീരുമാനം. അത്തരത്തിൽ ആ തെരച്ചിൽ തുടരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. അതിൻ്റെ ടെസ്റ്റിംഗ് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ലൈറ്റുകളെല്ലാം മുജീബ്, ഇപ്പോൾ ജില്ലാ കളക്ടർ മേഘ